ഹായ്, ഞാൻ ഇന്ദു. ഞാനൊരു ട്രാവലറാണ്, ഒരു എൻ്റർപ്രണർ കൂടിയാണ്. ഒരു വിമൻ ഒൺലി ട്രാവൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു കമ്പനിയാണ്. അതിൻ്റെ പേര് എസ്കേപ്പ് എന്നാണ്. വി സ്റ്റാർട്ടഡ് ഇൻ 2015 സെപ്റ്റംബർ ആസ് എ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് സിൻസ് വി ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ്, വി സ്റ്റാർട്ടഡ് എ വെബ്സൈറ്റ്. അത് സ്റ്റാർട്ട് ചെയ്തത് 2016 March 8 on International Women's Day. It's been 1 year. So we celebrated our anniversary last month. Escape എന്ന് പറയുന്ന പേര് വന്നത് സിൻസ് വി ആർ എ വിമൻ ഓൺലി ട്രാവൽ ഗ്രൂപ്പ്. മോസ്റ്റ്ലി ഇപ്പം ഞാൻ കേരള എന്ന് പറയുന്ന ഒരു പ്ലേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലേഡീസിന് ഒരു റുട്ടീനുണ്ട്. സിൻസ് ചൈൽഡ്ഹുഡ് ടിൽ ഗ്രാൻഡ് മദർ, അങ്ങനെ ആവുമ്പോഴും ദേ ആർ ഇൻ എ റുട്ടീൻ, ദേ ആർ ടൈഡ് അപ്പ് ഇൻ എ റുട്ടീൻ. അപ്പോൾ അവിടെ ഇപ്പം ഗേൾ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ യു ഹാവ് ടു ഗോ, സ്കൂളിൽ പോവുക, രാവിലെ പോവുക, 5-6 o'clock തിരിച്ചു വരിക. അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന റുട്ടീനുണ്ട്. ഗൈസ് ഹാവ് ആക്ച്വലി ദേ ഹാവ് എ എസ്കേപ്പ് ഇൻ ബിറ്റ്വീൻ. അവരുടേതായിട്ടുള്ള എസ്കേപ്സ് കണ്ടുപിടിക്കും. പക്ഷേ ഗേൾസിന് ദർ ഈസ് ലെസ് ചാൻസ്. അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എസ്കേപ്പിന് ചാൻസ് ഭയങ്കര കുറവാണ്. ദെയർ റുട്ടീൻസ് ആർ സോ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ മോണിറ്റേർഡ്, സോ ദാറ്റ് ദേ നെവർ ഗെറ്റ് എൻ എസ്കേപ്പ്. ഈവൻ വെൻ യു ആർ മാരീഡ് ഓർ വെൻ യു ആർ എൻ എ ജോബ്, അങ്ങനെ തന്നെയാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ജോലിയായിട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വി ആർ മോണിറ്റേർഡ് എവ്രിവെയർ. സോ എസ്കേപ്പ് എന്ന് പറയുന്നത് ഒരു വിമൻ ഓൺലി ട്രാവൽ കമ്പനി ആയിട്ട് വരുമ്പോൾ അവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ റുട്ടീനുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗെറ്റിംഗ് മോണിറ്റേർഡ് എന്ന് പറയുന്നത് അതിൽ നിന്നൊരു 2 ദിവസം വി ആർ ഹൈജാക്കിങ് യു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വി ആർ കിഡ്നാപ്പിംഗ് യു ഫ്രം ടു അനദർ വേൾഡ് വേർ യു ആർ നോ വേ മോണിറ്റേർഡ്. നിങ്ങൾക്ക് യു ആർ ഫ്രീ ഫ്രം, അല്ലെങ്കിൽ യു ആർ എസ്കേപ്പ് ഫ്രം ഓൾ യുവർ ദീസ് റുട്ടീൻസ്. അതാണ് ഈ പേര് വരാനുണ്ടായിട്ടുള്ള റീസൺ. ഈ അടുത്ത മെയ്യിൽ ഗോവയിൽ പോകുന്നു. അത് നമ്മുടെ 6th ട്രിപ്പാണ് ഗോവയിൽ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ആസ് എ ഗ്രൂപ്പ് നമ്മൾ അതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഒരു 12 ട്രിപ്പായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ശരിക്കും ഗോവ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഔട്ട്സൈഡ് കേരള പോകുന്ന ഈ എസ്കേപ്പിൻ്റെ ക്രൂ പോകുന്ന ആദ്യത്തെ ട്രിപ്പായിരിക്കും ഗോവ എന്ന് പറയുന്നത്. ഗോവയിൽ നമ്മൾ പോകുന്നത് ഒരു സ്കൂട്ടറിലാണ്. അതായത് വി ഹയർ എ സ്കൂട്ടി ഫ്രം ദ മഡ്ഗാവ് നിന്ന് നമ്മൾ സ്കൂട്ടർ ഹയർ ചെയ്ത് വി ആർ എക്സ്പ്ലോറിങ് ഗോവ എന്ന സ്കൂട്ടർ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഗോവയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് അവിടെ വരെ വണ്ടി റൈഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സെൽഫ് റൈഡ് ചെയ്തിട്ട് ബഡ്ഡി റൈഡ് എന്ന 2 പേര് ഒരു വണ്ടിയിലുണ്ടാവും. അങ്ങനെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പോയിട്ടുള്ളതെല്ലാം ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെ കേരളത്തിൽ പോകുന്നത് കൂടുതൽ, കാരണം എസ്കേപ്പിൻ്റെ വേറൊരു പോയിൻ്റ് അതാണ്. നമുക്കിപ്പോൾ ലേഡീസിന് ഇപ്പോൾ ഒരു മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയാലും ദേ ആർ സംവാട്ട് സേഫ്. എനിക്ക് അത് സംവാട്ട് സേഫ് എന്ന് പൊതുവേ ഒരു ഫീലുണ്ട്. കാരണം അവിടെ നല്ല പ്രോപ്പറായിട്ട് മാനേജ്ഡ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കുറേ സേഫ് ആണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അവിടെ എസ്കേപ്പിന് അത്ര റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോ. കാരണം നമുക്ക് പോവാം, എനിബഡി ക്യാൻ ടേക്ക് യു ദെയർ ഓർ യു ക്യാൻ ഗോ ബൈ യുവർ ഓൺ. പക്ഷെ നമ്മൾ പോകുന്നത് ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസസിലാണ്. അതായത് യു കനോട്ട് ഗോ ദെയർ ബൈ അലോൺ. അതായത് ഒറ്റയ്ക്ക് നമ്മൾ പോയാൽ ഈ നേരത്തെ പറയുന്ന സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് ആണ് നമ്മൾ കൊണ്ടുപോവുക. ട്രെക്കിംഗ്, ഓഫ് റോഡിങ്, അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പോൾ അത് അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരാളുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അപ്പോൾ എസ്കേപ്പിൻ്റെ ഒരു മെൻറ്റർ, മോസ്റ്റ്ലി ഞാനായിരിക്കും, ബിക്കോസ് ഐ ലവ് ട്രാവലിംഗ്. എസ്കേപ്പിൻ്റെ ഒരു മെൻറ്റർ കൂടെ ഉണ്ടാവും ത്രൂ ഔട്ട് ദ ജേർണി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സേഫ്. കാരണം ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത്, ഇനിയും പോവാം. അല്ലെങ്കിൽ ഞാനോ എനിക്ക് അഷ്വർ ചെയ്യുന്ന ആൾക്കാരെ പോയിട്ടുള്ള സ്ഥലങ്ങൾ പൈലറ്റ് ട്രിപ്സ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പോവുക. അപ്പോൾ അവിടെ നിങ്ങൾ സേഫ് ആണ് എന്നുള്ള അഷ്വറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വി ടേക്ക് യു ദെയർ. അപ്പോൾ അതാണ് കേരളത്തിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഗോവ ഇസ് ഡിഫറെൻറ്റ് തിങ്. അതായത് ഗോവയ്ക്ക് എല്ലാവരും ഗോവ എന്ന് പറയുമ്പോൾ വേറൊരു തോട്ട് തന്നെ വേറെയാണ്. അപ്പോൾ അതാണ് ഗോവയിൽ നമ്മൾ കൊടുക്കുന്നത്. ഗോവയിലും ഉണ്ട് ഒരുപാട് സ്ഥിരം പോകുന്നതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദാറ്റ്സ് വൈ വി ഹയർ എ സ്കൂട്ടി. യു ക്യാൻ ഗോ ബൈ യുവർ ഓൺ. നമുക്ക് ഒരാൾ കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കേണ്ട കാര്യമില്ല. സോ വി ഹാവ് എ മാപ്പ്.
വി എക്സ്പ്ലോർ പ്ലേസസ്. അത് അവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ സ്വയം ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അതും ദാറ്റ്സ് ഓൾസോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് സ്കൂട്ടി വെച്ചത് ഗോവയിൽ. പേഴ്സണലി ഞാൻ പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, മഹാരാഷ്ട്ര ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം ഒറ്റയ്ക്കാവാം, ഒറ്റയ്ക്ക് രാജസ്ഥാൻ, അങ്ങനെ 2-3 സ്ഥലത്താണ് പോയിട്ടുള്ളത്. ചിലപ്പം മേ ബി ഐ ഡോണ്ട് മൈൻഡ് ഹൂ ഇസ് വിത്ത് മീ വെൻ ഐ ട്രാവൽ. അതായത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പം ഫാമിലി ആവാം, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ബട്ട് ഐ ട്രാവൽ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ എസ്കേപ്പ് ട്രാവൽ ചെയ്തിട്ടുള്ളത് കൂടുതൽ കേരളത്തിലാണ്. വി ആർ ജസ്റ്റ് അടുത്ത മന്ത് മുതലാണ് നമ്മൾ ഔട്ട്സൈഡ് കേരള പോയി തുടങ്ങുന്നത്. ബട്ട് ഐ ഹാവ് ട്രാവൽ, ഞാൻ പോയിട്ടുണ്ട് പുറത്ത്. കൊച്ചിയിലുള്ള എത്ര സ്ത്രീകൾ, എനിക്കറിയില്ല എത്ര സ്ത്രീകൾ ഫോർട്ട് കൊച്ചി കാർണിവലിന് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ അതായത് ഫോർട്ട് കൊച്ചിയിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിക്ക് പ്രിമൈസസിൽ താമസിക്കുന്ന ഒരു 90% സ്ത്രീകളും, അതായത് കുറച്ച് പ്രായമായവരല്ല, യങ്സ്റ്റേഴ്സ് പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഫോർട്ട് കൊച്ചിയിൽ കാർണിവലിന് പോയാൽ എന്തോ പ്രശ്നമാണ് എന്നാണ് പറയുക. ബട്ട് ലാസ്റ്റ് ഇയർ, അതായത് ഈ 2017 കാർണിവൽ ജാനുവരി 1 ഞാൻ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഉത്സവത്തിനോ അല്ലെങ്കിൽ വാട്ടെവർ ആ ഒരു ഇതിന് പോകുന്നതിനേക്കാൾ സേഫായിരുന്നു ഞാൻ ഫോർട്ട് കൊച്ചിയിൽ. കാരണം അവർക്ക് നമ്മളെ നോക്കാനൊന്നും സമയമില്ല. അവിടെ ദർ ആർ സോ മെനി തിങ്സ് ടു വാച്ച്. അവർക്ക് കാണാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന ലേഡിയുടെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഒബ്വിയസ്ലി ആദ്യം എടുത്തിട്ട് ഇപ്പോൾ എന്നെ വിളിച്ച് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ആഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റൊക്കെ കണ്ടിട്ട് എനിക്കും കോൾ വരാറുണ്ട്. എന്നെ ലാസ്റ്റ് വന്നൊരു കോള്, എനിക്ക് ധനുഷ്കോടി പോകണം ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് സേഫ്, ഡോണ്ട് ഗോ അലോൺ. കാരണം അവർ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന സ്ഥലം ധനുഷ്കോടി അറിയാലോ. അതൊരു ഭയങ്കര ഡെസേർട്ടിലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യം ട്രാവൽ ഓപ്റ്റ് ചെയ്യരുത്. അങ്ങനെ പോകുന്നവരാണ് 99% പോയിട്ട് അൺസേഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ പെടുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാൻ. അതായത് ഫോർട്ട് കൊച്ചിയിൽ നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലം മുതൽ നിങ്ങൾക്ക് കാഴ്ചകളാണ്. സോ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു 2 തവണ നിങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആൾക്കാർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ആണുങ്ങളെല്ലാവരും റേപ്പിസ്റ്റുകളല്ല, എല്ലാവരും ദുഷ്ടന്മാരല്ല. ഞാനൊരു ഫെമിനിസ്റ്റും അല്ല. പക്ഷേ നമുക്ക് അങ്ങനെ പോവാൻ ഇഷ്ടമുള്ള, അതായത് ലേഡീസ് മാത്രം പോകുമ്പോൾ കിട്ടുന്ന കുറേ കൗതുകങ്ങളുണ്ട്, അത് കുറേ രസങ്ങളുണ്ട്. അത് ലേഡീസ് ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ് എസ്കേപ്പ് സ്റ്റാൻസ്. അല്ലാതെ എസ്കേപ്പ് ഒരിക്കലും ഒരു ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നിട്ടല്ല എസ്കേപ്പ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാ ആണുങ്ങളും റേപ്പിസ്റ്റ് അല്ല, എല്ലാ ആണുങ്ങളും ദുഷ്ടന്മാരല്ല. നമ്മുടെ അച്ഛനും ഏട്ടനും അല്ലെങ്കിൽ ലവറും കാമുകനും ഫ്രണ്ടും ഒക്കെ ഉൾപ്പെടുന്ന തന്നെയാണ് ആണുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. യു ജസ്റ്റ് ട്രൈ. അതായത് ഒരു തവണ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സ്ഥലം, അതായത് ഇപ്പോൾ എറണാകുളത്തുള്ളതാണെങ്കിൽ ഒരു തവണ ഫോർട്ട് കൊച്ചി പോവുക, ഒരു തവണ ബീച്ചിൽ മാത്രം പോയിട്ട് തിരിച്ചു വരിക, അടുത്ത തവണ യു ക്യാൻ ഗോ ടു അനദർ പ്ലേസ്. അങ്ങനെ സ്ലോലി ആണ് ചെയ്യുക. പിന്നെ ഞാൻ പറയില്ല പെപ്പർ സ്പ്രേയും സേഫ്റ്റി പിന്നൊക്കെ കയ്യിൽ വയ്ക്കണമെന്ന്. ഇറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് യുവർ വെപ്പൺ. അത് നിങ്ങളുടെ ഷീൽഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അല്ലാണ്ട് ഒരിക്കലും പെപ്പർ സ്പ്രേയും സേഫ്റ്റി പിന്നും ഒന്നും അല്ല. പെപ്പർ സ്പ്രേയും സേഫ്റ്റി പിന്നും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ടു ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളെ ഒരാളും തൊടില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ഞാൻ. നിങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഇപ്പോഴും ഇല്ല, പെപ്പർ സ്പ്രേയും സേഫ്റ്റി പിന്നും ഒന്നും. നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒരു പെപ്പർ സ്പ്രേയുടെ ആവശ്യമില്ല. ഇനി പെപ്പർ സ്പ്രേ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റില്ല. സോ ട്രാവൽ ചെയ്യുന്നവരോട് ഏറ്റവും അടുത്തവിടെ പോകാൻ പറ്റുമോ അവിടെ ഒരു തവണ പോവുക. അതും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് ട്രാവൽ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ കൂടെ ആര് യാത്ര ചെയ്യുന്നു എന്നുള്ളതും കൂടിയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതല്ല, നമ്മുടെ കൂടെ വരുന്ന ഒരാളാണ് നമുക്ക് ട്രാവൽ ഇഷ്ടമാക്കുന്നതും ഇഷ്ടമല്ലാണ്ടാക്കുന്നതും. സോ ട്രാവൽ വിത്ത് യുവർ മോസ്റ്റ് കംഫർട്ടബിൾ പേഴ്സൺ വൺസ്. ഒറ്റയ്ക്ക് പോയാലും ഒന്നും പറ്റില്ല, ബട്ട് ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്.